അങ്ങനെ നമ്മുടെ കല്യാണം തലേന്നത്തെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കല്യാണത്തിന് വരാൻ കൂടാൻ പറ്റുമോയെന്ന് അറിയില്ല. കഫീൽ ലീവ് അടിച്ചിട്ടില്ല. വെള്ളിയാഴ്ചത്തെ ഫ്ലൈറ്റിനായിട്ട് നോക്കി വരാമെന്ന് പറഞ്ഞ ആളാണ് കേട്ടോ. സർപ്രൈസ് ആയിട്ട് കല്യാണത്തിൻ്റെ തലേന്ന് വന്നിട്ടുള്ളത്. പ്രതീക്ഷിക്കാണ്ട് ഉപ്പാനെ കണ്ട അന്താളിപ്പിലാണ് നമ്മുടെ ഹെമിയും അതുപോലെ തന്നെ നെച്ചും മേവിയല്ലോ കേട്ടോ. അടുത്ത കലാപരിപാടി എന്ന് പറഞ്ഞാൽ ഇവരെ പോലത്തുള്ള ആളെല്ലാം ഒരിക്കലാണ് കേട്ടോ. ഞാൻ ആദ്യം ഒരുങ്ങി കെട്ടി നിന്നിട്ടുണ്ട്, പിന്നെ അതിനുശേഷം ഇവരെ ഒരുക്കുന്നതാണ് കേട്ടോ. അതിനുവേണ്ടി നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സെല്ലാം ചെയ്ത ഡ്രസ്സ് അലക്കാനും വേണ്ടിയിട്ട് ഒരു പുല്ലുമുട്ടായി കാരണം കൂടെ അവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഗൾഫിൽ നിന്ന് വന്നപാട് തന്നെ ഈ ലൈറ്റ് ഫാനൊക്കെ ഫിറ്റ് ചെയ്യുന്ന തിരക്കിലാണ്. ഓരാടുന്ന് ലൈറ്റ് ഫാനൊക്കെ ഫിറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് കല്യാണം വീട്ടിൽ പോയിട്ട് വരാം. ഈ സംഭവം ഇവൻ്റെ ചങ്ങായിമാർ കൊടുത്ത പണിയാട്ടോ. പക്ഷേ ഇതെന്താ ഉദ്ദേശിച്ചെന്ന് അവൻ്റെ ചങ്ങായിമാർക്ക് മാത്രമേ അറിയുണ്ടാവുള്ളൂ. അപ്പം കുറേ ദൂരത്തായതുകൊണ്ട് ഞാൻ കുറച്ച് വരാൻ ലേറ്റ് ആയിട്ടോ. അപ്പോൾ ഇതാ കല്യാണപ്പൊരിയിൽ ആദ്യം വന്ന ഉടനെ വെൽക്കം ഡ്രിങ്ക് ആണ്. പക്ഷെ അത് വീട്ടുകാർക്ക് കൊടുക്കൂല, അതുകൊണ്ട് എനിക്ക് തന്നില്ല ഗൈസ്. ഞാൻ വന്ന ഉടനെ ഇവിടെ എല്ലാവരും ചോറയിക്കുന്ന തിരക്കില്ലെന്ന് കേട്ടോ. ആദ്യത്തെ ട്രിപ്പിലിരുന്നവർക്കെല്ലാം നല്ല ബീഫ് ബിരിയാണിയും അതുപോലെ തന്നെ അൽസിയും ബിരിയാണിയൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ പിന്നെ ഇവിടെ തന്നെ ആയതുകൊണ്ട് ലാസ്റ്റ് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിന്നാട്ടോ. ഞാൻ വീണ്ടും തിരിച്ച് വന്ന് എന്നിട്ട് ഇവരെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. എപ്പം പണി തീർത്തിട്ടാണ് ഈ ഇവരെ മംഗലപ്പുറക്ക് വരാമെന്ന് അറിയില്ല. അങ്ങനെ ഞാൻ വീണ്ടും ഇങ്ങോട്ടൊക്കെ തന്നെ തിരിച്ച് വന്നു. അടുത്ത് വരുമ്പോൾ നമ്മളെ ബീഫ് ബിരിയാണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രക്കും ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ തലേത്തെ ദിവസം. ബീഫ് ബിരിയാണി കഴിഞ്ഞ് എല്ലാവരും ചിക്കൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അതിനിടയിൽ കിട്ടിയത് കിട്ടട്ടെ എന്ന് വെച്ചിട്ട് എല്ലാവരും അൽസ ബാക്കിയുള്ള അൽസില്ലേ അതെല്ലാം ഇങ്ങനെ കഴിക്കുന്നുണ്ട്. അതിനിടയിൽ അങ്ങനെ ഗൈസ് നമ്മൾ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും പരക്കെ ഫുഡ് കഴിക്കുന്ന എല്ലാം തിരക്കിലായിരുന്നു, നല്ല തിരക്കായിരുന്നു. അങ്ങനെ പണികളെല്ലാം കഴിഞ്ഞ് നമ്മളെ കിട്ടിയാണ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ ചെറിയൊരു വീഡിയോ ക്ലിപ്പൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ഫുഡ് റെഡിയൊക്കെ കഴിഞ്ഞ് നമ്മളെ ചെറുക്കൻ്റെ വീട്ടുകാരുടെ കലാപരിപാടികൾ ആരംഭിക്കുകയാണ് കേട്ടോ.